ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമാ വിശേഷവുമായിട്ടാണ് ഞാൻ എന്നും വീണ്ടും വന്നിട്ടുള്ളത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സഹായിക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളാണ്. ഒന്ന് വാഴ 2, മറ്റേത് ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോഹിനിയാട്ടം അടിപൊളി പടമാണ്, ഡാർക്ക് കോമഡി സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട്, സൈജു കുറുപ്പ്, കലാരഞ്ജിനി, ബേബി ജീന്, ഇങ്ങനെ തുടങ്ങിയൊരു വലിയൊരു താരനിര തന്നെ ഇതിലുണ്ട്. ഇനി ഒരുപാട് താരങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ സിനിമ അടിപൊളിയായിട്ടുള്ളൊരു പടം തന്നെയാണ്. അപ്പോൾ അതിലൊന്നും സംശയമില്ല. ഞാൻ സിനിമേൻ്റെ കഥയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പോയി കാണുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ രസകരമായിട്ട് തന്നെയുള്ള സിനിമയാണ്. കുറച്ച് ഡാർക്കായിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ഡയറക്റ്റ് കാണിക്കാത്ത രീതിയിൽ അതൊരു കോമഡി ആയിട്ട് ഫാമിലിയോട് കൂടെ തന്നെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള സൈജു കുറുപ്പിൻ്റെ ഒക്കെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് കൽപ്പനയുടെയോ ഉർവശിയുടെയോ ഒക്കെ സഹോദരിയായിട്ടുള്ള കലാരഞ്ജിനി എന്ന് പറയുന്നത്. ഇവർ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരു 10-40 വർഷമായിട്ട് സിനിമയുള്ള ആളാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നത്. ഞാൻ മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ കുറച്ചുകൂടി ഇവർ ശ്രദ്ധിക്കപ്പെടുന്നത് കൽപ്പനയും അതേപോലെ തന്നെ ഉർവശിയും ഒക്കെ അപേക്ഷിച്ചിട്ട്. ഒന്നാമത് ഇവരുടെ ഈ ഒരു സൗണ്ടായിരുന്നു. ഞാൻ പണ്ടേ ഇവരുടെ സിനിമ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഈ കൽപ്പനക്കും അതേപോലെ തന്നെ ഉർവശിക്കും ഒക്കെ നല്ല ഉറച്ച നല്ല ഒരു സൗണ്ടുള്ള ആളുകളാണ്. ചില സിനിമക്കൊക്കെ ഇവർക്ക് കൽപ്പനക്കാർ ഡബ് ചെയ്തിട്ടുള്ള, ഉർവശിയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് പല സിനിമകളിലും അവർ സ്വയം ഡബ് ചെയ്യാറാണ്. പക്ഷേ ഈ ഇവരുടെയൊക്കെ സഹോദരിയായിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ കലാരഞ്ജിനിയുടെ സൗണ്ട് മാത്രം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഈ മോഹിനിയാട്ടം ഒക്കെ ഇറങ്ങിയ സമയത്ത് മുമ്പ് ഇവർ ഈ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഇതാണ് അത്. ബ്ലഡ് വായുന്ന ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്ന പോലെ സീന് പ്രേം നസീറിൻ്റെ കൂടെ ജോഡിയായിട്ട് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അപ്പോൾ അതിലിങ്ങനെ ബ്ലഡിൽ എപ്പോഴും വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വോമിറ്റ് ചെയ്യുന്നതായിട്ടോ ഇങ്ങനെ ദേഹത്ത് മുറിവൊക്കെ കാണിക്കുന്നത്. പൗഡറിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യും. റെഡ് കളർ പൗഡറിൽ. പക്ഷേ ഈ മേക്കപ്പ് മാൻ അതേ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യില്ല. പക്ഷെ അറിയാതെ എന്തോ ആസിഡോൺ മിക്സ് ചെയ്തു. അപ്പോൾ അത് നസീർ സാർ ഇങ്ങനെ വായിലോട്ട് ഇങ്ങനെ ഒഴിച്ചു തന്നു. കാരണം വെള്ള സാരിയാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു തരാം, ഷോർട്ടാകുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വായൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത. പിന്നെ ഞാൻ തുപ്പാൻ പറയുന്നു, പക്ഷെ ഞാൻ തുപ്പുന്നുണ്ട്. ആ സെൻസ് പോയി. എന്ത് അസുഖം വന്നാലും ഫസ്റ്റ് എഫക്റ്റ് ആവുന്നത് വോയിസിനാണ്. എന്തൊക്കെയോ നോക്കിയൊക്കെ പാവം. അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല നടന്മാർക്കും പല സംഭവങ്ങളും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തമിഴിൽ മൊട്ട രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു രോഗം പോലും ഇല്ല. അപ്പോൾ സിനിമയിലൊക്കെ ഗുണ്ടയായിട്ട് സ്ഥിരം തല്ലുകൊള്ളിയായിട്ട് അഭിനയിക്കുന്ന അയാൾ കേരളത്തിൽ ഒരു സിനിമ നാടുവാഴികളുടെ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് തോന്നുന്നു ഒരു ആസിഡൊക്കെ ഉള്ള ഒരു പുഴയിൽ വീണിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോമങ്ങളും കൊഴിഞ്ഞു പോയി, കൺപീലി അടക്കം കൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന് പിൻകാലത്ത് അഭിനയ മേഖലയിൽ ഒരുപാട് ഉപകാരപ്പെട്ടു. തൻ്റെ നല്ല ഫിറ്റ് ബോഡിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് ഒരുപാട് സിനിമകൾ, നാൻകടവുള്ളടക്കമുള്ള ഒരുപാട് സിനിമയിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ച് അടിപൊളിയായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്തായാലും അദ്ദേഹത്തിന് അത് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് അദ്ദേഹത്തിന് ആ രീതിയിൽ ഉപകാരപ്പെട്ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കലാരഞ്ജിനിക്ക് ഈ ഒരു മോഹിനിയാട്ടം ഇറങ്ങിയതിന് ശേഷം ഇതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അതിൽ ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്നത് കലാരഞ്ജിനിയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ. അത് തന്നെ ഒരു കോമഡി ആയിട്ട് സ്റ്റാർട്ടിങ് തന്നെ അവിടെ നിന്ന് തൊട്ടിട്ട് തന്നെ ഒരു കോമഡി സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്ക് രണ്ടുപേർക്കും അത് ഒരു നല്ല രീതിയിലുള്ളതായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചൊരു അപകടം സംഭവിച്ചെന്ന് വെച്ചെങ്കിൽ അതിൽ വിഷമിച്ചിരിക്കാതെ അതിനെ ഒരു പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. ഇവരുടെ രണ്ട് കാര്യത്തിലും അത് തന്നെയാണ്. എന്തായാലും ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോക്ക് വേണ്ടിയായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ലൈക്ക് ഷെയറൊക്കെ ഒന്ന് പരിഗണിക്കുക. ബൈ.